എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനപ്പെട്ട ചേരുവകളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പാലും പിന്നെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഐസ്ക്രീം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു കഷ്ണം ബീട്രൂട്ടിൻ്റെയാണ്. അപ്പോൾ ബീട്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ നല്ലൊരു ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ചെറിയ പീസ് ബീട്രൂട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ഇതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു കളർ കിട്ടും. ഇത് കണ്ടില്ലേ, ആ ഒരു പിങ്ക് കളർ ഈ ഒരു പാലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് മറ്റൊരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിന് നോക്കുമ്പോൾ ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി വേറെ ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് ആ പാലിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുക. ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനു മുമ്പ് ഗ്യാസ് ഓൺ ചെയ്യേണ്ട, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം മധുരം, എന്നാലേ ഐസ്ക്രീം ആയിട്ട് വരുമ്പോൾ നല്ലൊരു മധുരം കിട്ടുള്ളൂ. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ട് ചേർത്ത പാലും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് മധുരമൊക്കെ നോക്കിയിട്ട് പാകത്തിനാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടയാവും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തണുത്തിട്ട് നോക്കാം. തണുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത്രയ്ക്കൊരു കട്ടിയിൽ വന്നാലേ കറക്റ്റ് നല്ലൊരു ഐസ്ക്രീം ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആ ഒരു പാലിൻ്റെ മിക്സ് നമ്മൾ ഈ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചൊരു വാനില എസൻസും അതുപോലെ ഒരു സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വേണം ചേർക്കാൻ. അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ. കട്ടയായിട്ടുള്ളതല്ല, കുറച്ച് നേരം എടുത്ത് പുറത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ നിന്ന്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്താക്കുക സ്പൂൺ വെച്ചിട്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ അത് വേണ്ട, ഉള്ളവർ അതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചേരുവ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്ന് കൂടുന്നു മാത്രം. ഒരു 4 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കേണ്ട. അപ്പോൾ ഒരു സ്മെല്ല് മാത്രമേ ഇല്ലാതിരിക്കുള്ളൂ, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഞാനിത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് അടയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇതിൻ്റെ ഒരു മൂടി വെച്ച് അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഐസ് ക്രിസ്റ്റൽസ് വരാതിരിക്കാൻ നല്ലതാണ്. അതല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് കവർ കനം കുറഞ്ഞതുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് മുകളിൽ വെച്ച് കൊടുത്താലും മതി. ഞാനിത് ഒരു 6 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതാണ്. ഇതിപ്പോൾ എടുത്തിട്ട് തുറക്കുകയാണ്. കണ്ടില്ലേ, നല്ലൊരു ഐസ്ക്രീം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചുകൊണ്ട് തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്കിതൊന്ന് പുറത്തോട്ട് എടുക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് ഒന്ന് അടിഭാഗം മുട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ എളുപ്പം സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം.
നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾക്കിത് പഞ്ചസാരയും പാലും ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം. പിന്നെ ബട്ടറും വാനില എസൻസും ഓപ്ഷണലാണ്, ഉള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് മെൽറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സമയം മാറ്റിയൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് മെൽറ്റായത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബീട്രൂട്ട് ചേർത്താൽ മതി, അല്ലെങ്കിൽ അതും നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്